ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെ ഒന്ന് സംഗ്രഹിച്ചു പറഞ്ഞാൽ എങ്ങനെ പറയാം? ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അത് ഒട്ടേറെ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത 10 പാഠങ്ങൾ ഞാൻ പറയാം. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയോട് താങ്കളുടെ ജീവിത വിജയ രഹസ്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാൻ സാധ്യതയുള്ള 10 കാര്യങ്ങൾ, എൻ്റെ ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ സാധ്യതയുള്ള 10 കൽപ്പനകൾ, അദ്ദേഹത്തിൻ്റെ ജീവിത സംഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തേത്, വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. അതൊരിക്കലും ഒരു നഷ്ടമാവുകയില്ല. 2, നിർവ്യാജമായ സ്നേഹം നാം കൊടുത്താൽ കടൽ പോലെ സ്നേഹം തിരികെ കിട്ടും. 3, ചോര ചിന്തേണ്ടി വന്നാലും ശത്രുവിനെ സ്നേഹിക്കാൻ തയ്യാറായാൽ ആ ശത്രു പോലും പിന്നീട് മിത്രമാകും. 4, പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് അന്യരെ സേവിക്കുവാനും സഹായിക്കുവാനും സഹാനുഭൂതി കാട്ടുവാനുള്ള ഒരു അവസരമാണ്, അല്ലാതെ സ്വന്തം കീശ വീർപ്പിക്കുവാനുള്ള ഒരവസരമല്ല. 5, നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ ഇരിക്കുക. ഒരുപക്ഷെ അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ പല ആനുകൂല്യങ്ങളും ദൈവം നമുക്ക് നൽകുന്നത്. 6, എത്ര വേട്ടയാടപ്പെട്ടാലും, എത്ര തരംതാണ ആരോപണങ്ങൾ നമുക്ക് നേരെ ഉന്നയിക്കപ്പെട്ടാലും അതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കുക. സംശുദ്ധി ജീവിതത്തിലും വാക്കിലും പാലിക്കുക എന്നുള്ളതാണ്. 7, അന്യരെക്കുറിച്ച് അറിയാവുന്ന പല രഹസ്യങ്ങളും, നമുക്ക് പല രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കാം, അത് പരസ്യമാക്കാതിരിക്കുക. കാരണം അത്തരം രഹസ്യങ്ങൾ പുറത്താക്കിയാൽ അനേകരുടെ ജീവിതത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 8, വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാതെ ഇരിക്കുക. തക്ക സമയത്ത് അതിന് പ്രതിഫലമുണ്ടാവും. 9, ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുക. എതിരാളികളുടെ അഭിപ്രായങ്ങൾ പോലും പരിഗണിക്കുക. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറാതെ ഉറച്ചു നിൽക്കാൻ തയ്യാറാവുക. 10, ദന്ത ഗോപുരത്തിൽ നാം കുടിയിരിക്കുമ്പോൾ അത്തരം സാഹചര്യങ്ങളിലും ആർക്കും നമ്മുടെ അടുത്തേക്ക് വരുവാനുള്ള അവസരം നാം കൊടുക്കണം. നാം അപ്രാപ്യരാകരുത് എന്നുള്ളതാണ്. ഇതാണ് ഉമ്മൻചാണ്ടി നമ്മെ പഠിപ്പിക്കുന്ന 10 പാഠങ്ങൾ എന്ന് ഞാൻ കരുതുന്നു.